ഹായ് ഹലോ നമസ്കാരം. അങ്ങനെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജോയ്സ്റ്റിക്ക് കയ്യിലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2021 റെസിഡന്റ് വിസയിലേക്കുള്ള റേസ് ഇവിടെ തുടങ്ങുകയാണ്. അതിന്റെ ഒരു മുന്നോടി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് ഒരു വെബിനാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ്. പതിവ് പോലെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത് പോലെ 2021 റെസിഡന്റ് വിസ 2021 ഡിസംബർ 1 മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ വിസയിലേക്ക് വേണ്ട മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വെബിനാർ നടന്നിരുന്നു. അത് എക്സ്ക്ലൂസീവ്ലി ഫോർ അഡ്വൈസേഴ്സ് ആൻഡ് ലോയേഴ്സിനായിരുന്നു. എങ്കിലും നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടിയ കുറച്ച് വിവരങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒന്ന് അതിനെ കോർഡിനേറ്റ് ചെയ്ത് ക്വിക്കായിട്ട് വളരെ പെട്ടെന്നൊരു വീഡിയോ മാക്സിമം ടൈം കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ ഫാക്ടർ ഡേറ്റ്സ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം 29 സെപ്റ്റംബർ 2021 ഇതൊരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡേറ്റ് ആണ്. അതേപോലെ തന്നെയാണ് സെറ്റിൽഡ് ക്രൈറ്റീരിയയ്ക്ക് 29 സെപ്റ്റംബർ 2018 എന്ന് പറയുന്നത്. ഈ രണ്ട് ഡേറ്റും ക്രൂഷ്യൽ സ്റ്റാറ്റസ് ആണ് പ്ലേ ചെയ്യുന്നത്. ആ ഒരു കളി അങ്ങനെ തന്നെ തുടരും. കാരണം ആ ഡേറ്റിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനും ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഈ വെബിനാറിലും അവർ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷെ ഇതിൽ ഈ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ നമ്മളോട് ഒരു കൺവേ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഓൾറെഡി ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 2021 റെസിഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ 29 സെപ്റ്റംബർ 2021 എന്ന് പറഞ്ഞ ഡേറ്റിലും അതോടൊപ്പം തന്നെ നമ്മൾ എന്നാണോ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് ആ ഡേറ്റിലും ഫേസ് 1-ലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡിസംബർ 1 മുതലുള്ള ഒരു കാലഘട്ടമാണ്. ഫേസ് 2-ലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മാർച്ച് 1 മുതലുള്ള ഒരു കാലഘട്ടമാണ്. നമ്മൾ എന്നാണോ വിസയ്ക്ക് ഇടാനായിട്ട് എലിജിബിൾ ആകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്നാണോ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു സമയത്തും അതേ ജോലി തന്നെ ആയിരിക്കണം നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ്. പക്ഷേ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ആ ജോലി നഷ്ടമാവുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉള്ളൊരു വിസയിൽ നിന്ന് മറ്റൊരു വിസയിലേക്ക് മാറുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ എലിജിബിലിറ്റി ഒന്നും നഷ്ടമാവുന്നില്ല. നമ്മൾ 2021 റെസിഡന്റ് വിസയ്ക്ക് അർഹരാണ്. നമ്മളുടെ ആപ്ലിക്കേഷൻ വളരെ സ്മൂത്തായി ഇമിഗ്രേഷൻ പ്രോസസ്സ് ചെയ്യും. അപ്പൊ ഇതൊരു വളരെ വലിയ ഒരു ഗുഡ് ന്യൂസ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാലും നമുക്ക് നമ്മൾ ഇപ്പോൾ ഉള്ള ജോലി നഷ്ടപ്പെട്ടു, നമ്മൾ ആപ്ലിക്കേഷന്റെ ശേഷം ജോലി നഷ്ടപ്പെട്ടാലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ പുതിയ ജോലി കണ്ടെത്തുക. കാരണം റെസിഡന്റ് വിസയുടെ പ്രോസസ്സ് ഈ രണ്ട് ഡേറ്റുകളെ വെച്ചിട്ട് തന്നെയാണ് നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ. ഒത്തിരി ആൾക്കാർക്ക് ഇപ്പോൾ ഒരു സന്തോഷമായിട്ടുണ്ടാകും, ചെറിയൊരു ലഡുവൊക്കെ മനസ്സിൽ പൊട്ടിട്ടുണ്ടാവും എനിക്കറിയാം. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ടതിന് ശേഷം ഈ ന്യൂസിലാൻഡിൽ നിന്ന് നമ്മൾ പതുക്കെ ഒന്ന് ലീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ നമ്മുടെ കൺട്രിയിലേക്ക് തിരിച്ചു പോവുകയാണ്, നമ്മൾ നമ്മുടെ വീട്ടുകാരേക്ക് ഒന്ന് കാണാൻ വേണ്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഹോൾഡ് ചെയ്ത് വെക്കും. ഒരിക്കലും അത് പ്രോസസ്സ് ചെയ്യില്ല. നമ്മൾ എന്ന് തിരിച്ച് ന്യൂസിലാൻഡിലേക്ക് വരുന്നോ അതിനുശേഷം മാത്രമേ നമ്മുടെ റെസിഡന്റ് വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻസ് വീണ്ടും പ്രോസസ്സ് ചെയ്ത് തുടങ്ങുകയുള്ളൂ എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇട്ട ശേഷം വീട്ടിൽ പോകാനുള്ള ഒരു പ്ലാൻ ഒന്ന് പതുക്കെ ഒന്ന് ഹോൾഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ. അത് നിങ്ങളുടെ ചോയ്സിന് വിടുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 821 ഡേയ്സ്, ആ 821 ഡേയ്സ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ ആ നമ്പർ ഓഫ് ഡേയ്സിലോ അല്ലെങ്കിൽ ഈ മുകളിൽ പറഞ്ഞ ഡേറ്റ്സിലോ ഒന്നും ഒരു അഡ്ജസ്റ്റ്മെന്റും വരുത്തുവാനായിട്ട് ഒരു ഇമിഗ്രേഷൻ ഓഫീസർക്കും ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് അതോറിറ്റി നൽകിയിട്ടില്ല. സോ എന്താണോ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും ഈ ഒരു പ്രോസസ്സ് മുന്നോട്ടേക്ക് പോകുന്നത്. നമുക്കറിയാം ഈ 821 ഡേയ്സിനെ സംബന്ധിച്ച് കുറച്ച് കൺഫ്യൂഷൻസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇന്റർ വിസ കാൽക്കുലേറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഈ വിസ സ്വിച്ച് ചെയ്യാൻ എടുക്കുന്ന സമയം ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാത്തിനും ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് ഉത്തരം തന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങൾ ഇൻ കേസ് ഒരു വിസയിൽ നിന്ന് മറ്റൊരു വിസയിലേക്ക് മാറാം, ഇപ്പോൾ സ്റ്റുഡന്റ് വിസയിൽ വന്നു, അതിൽ നിന്ന് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിലേക്ക് മാറാനായിട്ട് ഒന്ന് ഇന്റർ വിസയിലേക്കൊക്കെ പോകേണ്ടി വന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട. ആ ഇന്റർ വിസയുടെ ഡേയ്സും ഈ പറഞ്ഞ 821 ദിവസത്തിനുള്ളിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, 821 ദിവസം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 820 ദിവസം ആക്കാനോ അല്ലെങ്കിൽ 819 ദിവസം ആക്കാനോ ഒന്നും ഒരു ഇമിഗ്രേഷൻ ഓഫീസർക്കും അനുമതി ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് നൽകിയിട്ടില്ല. അതാണ് സെറ്റിൽഡ് ക്രൈറ്റീരിയക്കുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്ത. 3 വർഷം ഫിനിഷ് ചെയ്തു. 2018 സെപ്റ്റംബർ 29 മുന്നേ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, കണ്ണോടത്ത് നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. ഉറപ്പായി നിങ്ങളുടെ കയ്യിൽ വിസ എത്തും. വേറൊരു ക്രൈറ്റീരിയയും വേറൊരു കണ്ടീഷൻസും ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് ഈ പറഞ്ഞ സെറ്റിൽഡ് ക്രൈറ്റീരിയയ്ക്ക് നോക്കുന്നില്ല. അടുത്തായിട്ട് വന്നൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഷ്വൽ കോൺട്രാക്ടിനെ പറ്റിയുള്ളതായിരുന്നു. സ്കിൽഡ് ക്രൈറ്റീരിയയിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടവർക്കും സ്കേഴ്സ് ലിസ്റ്റിൽ അപ്ലൈ ചെയ്യേണ്ടവർക്കും ഒക്കെ കാഷ്വൽ കോൺട്രാക്ട് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് അതിന് വേണ്ട ഒരു ക്ലാരിറ്റി, വളരെ വ്യക്തമായ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ കോൺട്രാക്റ്റിൽ എംപ്ലോയർ ഗ്യാരണ്ടീഡ് അവേഴ്സ് ഫുൾ ടൈം വർക്കിന് ഈക്വലന്റ് ആയിട്ട്, അതായത് 30 hours പെർ വീക്ക്
എന്ന് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഗ്യാരണ്ടീഡ് അവേഴ്സ് നിങ്ങൾക്ക് 30 അവേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ 2021 വിസയിൽ കാഷ്വൽ കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അപേക്ഷിക്കാൻ യോഗ്യരല്ല. ഇറ്റ്സ് എ ബാഡ് ന്യൂസ്, ഇറ്റ്സ് എ സാഡ് ന്യൂസ്, അറിയാം. പക്ഷേ ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ അതാണ്. ചില ആളുകൾ പറയാറുണ്ട് അവരുടെ കാഷ്വൽ കോൺട്രാക്റ്റിൽ അവേഴ്സ് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ അവർ 35, 40, 55 അവേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വന്നിരുന്നു. പക്ഷേ ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് പറഞ്ഞിരിക്കുന്ന വിവരം അനുസരിച്ച്, ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്നിരിക്കുന്ന വിവരം അനുസരിച്ചിട്ട് നിങ്ങളുടെ കോൺട്രാക്റ്റിൽ ഗ്യാരണ്ടീഡ് അവേഴ്സ് മാർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിസയിൽ അപ്ലൈ ചെയ്യാനായിട്ട് യോഗ്യത ഇല്ല. ഇനി സ്കിൽഡ് ക്രൈറ്റീരിയയിൽ തന്നെ മറ്റൊരു കാറ്റഗറി നമുക്ക് പറയാനുള്ള ഈ 27 എന്ന് പറഞ്ഞൊരു പേ റേറ്റ് ഉണ്ടായിരുന്നു. ഈ 27 എന്ന് പറഞ്ഞൊരു പേ റേറ്റിന്റെ പ്രൂഫായിട്ട് പ്രൈമറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് കൺസിഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് IRD സ്റ്റേറ്റ്മെന്റ് ആണ്. IRD സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് 27 പെർ അവർ പേ മെൻഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പേ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് മറ്റുള്ള പ്രൂഫുകളൊന്നും ഇല്ലെങ്കിലും ഈ വിസയിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓൾറെഡി നമ്മുടെ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഇമിഗ്രേഷൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും പ്രൈമറി കൺസിഡറേഷൻ, ഈ പേക്ക് വേണ്ടിയുള്ള പ്രൈമറി കൺസിഡറേഷൻ IRDയുടെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അതോടൊപ്പം അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷേ IRD സ്റ്റേറ്റ്മെന്റ് ഈസ് മാൻഡേറ്ററി. IRD സ്റ്റേറ്റ്മെന്റിൽ 27 പെർ അവർ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയും വേണം. വളരെ ക്വിക്കായിട്ട് നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ്. സ്കേഴ്സ് ലിസ്റ്റ് ആണ്. സ്കേഴ്സ് ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്കുള്ള ഏറ്റവും സന്തോഷകരമായ ആശ്വാസകരമായ ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനസ്കോ കോഡ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ കുറേ അധികം കാര്യങ്ങൾ ഈ പറഞ്ഞ ലോങ് ടൈം സ്കിൽ ഷോർട്ടേജ് വിസയ്ക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ സ്കിൽഡ് വിസയ്ക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എസെൻഷ്യൽ വർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ടോ, അല്ല പ്രൈമറി ജോബ് സെക്ടറിലുള്ള ജോലികൾക്ക് വേണ്ടിയിട്ടോ ഒക്കെയുള്ള ജോബ് കോഡ്സിന്റെ ജോബ് ഡിസ്ക്രിപ്ഷനുമായിട്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി മാച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പുതിയ 2021 വൺ ഓഫ് റെസിഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങളുടെ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റുമായിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. മെജോറിറ്റി ഓഫ് ദി ജോബ് ഡിസ്ക്രിപ്ഷനും അതിനോട് മാച്ച് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ വളരെ കൂളായിട്ടിരിക്കുക. നിങ്ങളുടെ 2021 വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സേഫ് ആയിട്ടുള്ള പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ സ്കേഴ്സ് ലിസ്റ്റ് നമുക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ സെൽഫായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് സ്കേഴ്സ് ലിസ്റ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഇമിഗ്രേഷൻ അഡ്വൈസറുടെയോ ഒരു ഇമിഗ്രേഷൻ ലോയറുടെയോ സേവനം നിങ്ങൾ തേടേണ്ടതാണ്. കാരണം കേൾക്കുമ്പോൾ എളുപ്പമായി തോന്നിയാലും ഒരുപക്ഷെ ഏറ്റവും അധികം ചെക്ക് ലിസ്റ്റുകൾ മീറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു കാറ്റഗറി സ്കേഴ്സ് ലിസ്റ്റ് ആണ്. ഏറ്റവും അധികം ക്രോസ് ചെക്കിങ് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടിയും വരും. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു ലോയറെയോ ഇവിടുത്തെ ഒരു അഡ്വൈസറെയോ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചാൽ അത് തന്നെയായിരിക്കും ഏറ്റവും നല്ല കാര്യം. സ്വന്തമായിട്ട് ചെയ്യേണ്ട ആളുകൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ നമ്മളതിനെ ഡിസ്കറേജ് ചെയ്യുകയല്ല ചെയ്തത്. പക്ഷേ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇത് തന്നെയാണ്. അടുത്തായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഫസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടവർക്ക് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് അയക്കുന്ന ഇമെയിലുകളെ പറ്റിയിട്ട്. അപ്പോൾ കുറേ ആളുകൾക്ക് ഇമെയിലുകൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, കുറേ ആളുകൾ ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഫേസിൽ December 1 അപ്ലൈ ചെയ്യേണ്ട ആളുകൾക്ക് ഇമെയിലുകൾ വരും. നിങ്ങൾ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല, തീർച്ചയായും ഇമെയിലുകൾ വരും. ആ ഇമെയിലിൽ ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന SMC കാറ്റഗറിയിലോ EOIയിലോ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പർ ഉണ്ടാവും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, ഒപ്പം തന്നെ ക്ലയന്റ് നമ്പർ ഉണ്ടാവും. ഈ ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ ഈ 2021 റെസിഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായും അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് ഫേസിലുള്ള ആപ്ലിക്കൻസിനെ അല്ലെങ്കിൽ മറ്റുള്ള ആപ്ലിക്കൻസിനെ ഇതിൽ നിന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, ഓൾറെഡി ഒരു ക്യൂവിൽ കിടക്കുന്ന ആളുകളെ സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്പർ ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മൾ മറക്കരുത്, ഫസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും അവരുടെ SMCയോ അല്ലെങ്കിൽ EOI നമ്പറോ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഫേസ് 1 ആപ്ലിക്കേഷൻ ഇടുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇന്നലെ ന്യൂസിലാൻഡ് ഇമിഗ്രേഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമുക്കറിയാം നമ്മളുടെ ഒരു പാർട്ട്ണർ ഓൾറെഡി ഒരു സ്കിൽഡ് കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു എങ്കിൽ നമ്മൾ SMC റെസിഡന്റ് വിസയ്ക്ക് ഇട്ടിരിക്കുന്നത് നമ്മുടെ പാർട്ട്ണറെ പ്രൈമറി ആപ്ലിക്കന്റ് ആക്കിയിട്ടായിരിക്കും. പക്ഷേ 2021 റെസിഡന്റ് വിസയിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഈ പാർട്ട്ണർഷിപ്പ് ബേസ്ഡ് വർക്ക് വിസയിൽ നിൽക്കുന്ന ഒരാളെ പ്രൈമറി ആപ്ലിക്കന്റ് ആക്കി മാറ്റാനായിട്ട് സാധിക്കില്ല. അതിനാൽ ആരുടെ കയ്യിലാണോ പ്രൈമറി ജോബ് വിസ ഉള്ളത്, പ്രൈമറി വർക്ക് വിസ ഹോൾഡർ ആരാണോ അവരായിരിക്കും 2021 റെസിഡന്റ് വിസയുടെ പ്രൈമറി ആപ്ലിക്കന്റ്. പാർട്ട്ണർഷിപ്പ് വർക്ക് വിസയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരിക്കലും ഈ വിസയിൽ പ്രൈമറി ആപ്ലിക്കന്റ് ആവാനായിട്ട് സാധിക്കില്ല. അറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആണ്.
കുറച്ചധികം കാര്യങ്ങൾ നമ്മളിങ്ങനെ അത് ഇത് ABCD എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തെങ്കാശിപ്പട്ടണത്തിലൊക്കെ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈവിരലൊക്കെ കൂട്ടി നോക്കേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, പ്രൈമറി ആപ്ലിക്കന്റ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുമ്പോൾ ആ പ്രൈമറി ആപ്ലിക്കന്റ് ഒരിക്കലും പാർട്ട്ണർഷിപ്പ് വർക്ക് വിസയിൽ ആയിരിക്കരുത്. പകരം പ്രൈമറി വിസ ഹോൾഡർ ആരാണോ അവർ ഈ എലിജിബിലിറ്റീസ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആളായിരിക്കണം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ AB എന്ന് പറയുന്ന 2 വ്യക്തികളെ നമുക്ക് എടുക്കാം. B എന്ന് പറയുന്നത് Aയുടെ പാർട്ട്ണറാണ്. B എന്ന് പറയുന്ന വ്യക്തി എക്സിസ്റ്റ് ചെയ്യുന്നത് Aയുടെ പാർട്ട്ണർഷിപ്പ് ബേസ്ഡ് വർക്ക് വിസയിലാണ്. പക്ഷെ നമ്മൾ B എന്ന് പറയുന്ന ആളെയാണ് പ്രൈമറി ആപ്ലിക്കന്റ് ആയിട്ട് വെച്ചിട്ട് SMC റെസിഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ 2021 വിസയിലേക്ക് വരുമ്പോൾ ബിക്ക് ഒരിക്കലും പ്രൈമറി ആപ്ലിക്കന്റ് ആവാൻ സാധിക്കില്ല. പകരം A എന്ന് പറയുന്ന പ്രൈമറി ജോബ് വിസ ഹോൾഡർ വേണം ഈ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്ത് 2021 വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ ഇതിന് നമുക്ക് തരുന്നൊരു സജഷൻ, നിങ്ങൾ മ്യൂച്വലായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഒന്ന് ചിന്തിച്ച് ആര് പ്രൈമറി ആപ്ലിക്കന്റ് ആകുമെന്നൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രം ഈ ഫേസ് 1 നിങ്ങൾ ആപ്ലിക്കേഷൻ ഇടുക. ഇത് ഫേസ് 1 മാത്രമല്ല, ഫേസ് 2 ബാധകമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാവൂ. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം വൈഫും ഹസ്ബൻഡും ഒരേ സമയം ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കാം. അപ്പോൾ നമുക്ക് 2 പേർക്കും 2 ആപ്ലിക്കേഷനായിട്ട് ഇട്ടാലോ എന്നുള്ളൊരു ചിന്ത വരും. 2 പേർക്കും 2 ആപ്ലിക്കേഷനായിട്ട് ഇടാം, കുഴപ്പമില്ല, അത് ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ. പകരം ഒരാൾ മറ്റൊരാളെ ഡിപ്പെൻഡന്റ് ആയി റെഫർ ചെയ്തുകൊണ്ട് 2 ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആയിട്ട് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് കൺസിഡർ ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾക്ക് വിസ കിട്ടില്ല എന്ന് മാത്രമല്ല, ആ ആപ്ലിക്കേഷൻ അവർ കൺസിഡർ ചെയ്യുക പോലും ഇല്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് തന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്കറിയാം, ഓൾറെഡി നിങ്ങൾ SMC വിസയൊക്കെ ഇട്ടിരിക്കുന്നത് ഏതെങ്കിലും ഒക്കെ ഒരു ഇമിഗ്രേഷൻ അഡ്വൈസറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടായിരിക്കാം. അപ്പോൾ അവരോട് തന്നെ ഈ സിറ്റുവേഷനും കൺസൾട്ട് ചെയ്യുക, ആരെ പ്രൈമറി ആപ്ലിക്കന്റ് ആക്കണം, ആരെ ഡിപ്പെൻഡന്റ് ആവണം എന്ന് ഡിസൈഡ് ചെയ്യുക. അതിനുശേഷം മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. കാരണം നമുക്ക് ഭാഗ്യപരീക്ഷണത്തിനുള്ള സമയമല്ല, വൺസ് ഇൻ എ ലൈഫ് ടൈം എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, വളരെ കരുതലോടുകൂടി വേണം ഇതുപോലുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓരോ ചെറിയ മിസ്റ്റേക്കിനും നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കാം. നമ്മൾ TV-യിലൊക്കെ അഡ്വർടൈസ്മെന്റ് കാണുമല്ലേ, വലിയ വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയുന്ന പോലെ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏറ്റവും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ചോദ്യം ഇതാണ്, എന്നാണ് ഈ ഫോംസ് എല്ലാം റിലീസ് ആവുക, എന്നാണ് നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റനേഴ്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആകുക എന്നുള്ളത്. ഫോംസ് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഡിസംബർ 1-നോ അതിനുശേഷമോ മാത്രമേ ഇമിഗ്രേഷൻ ന്യൂസിലാൻഡിന്റെ കയ്യിൽ നിന്ന് ഈ ഫോംസ് അവൈലബിൾ ആകുകയുള്ളൂ. അപ്പോൾ ഫോംസ് എപ്പോഴാണോ ഓൺലൈനിൽ വരുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽമി അക്കൗണ്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമിഗ്രേഷൻ അഡ്വൈസറെയോ ലോയറെയോ സമീപിച്ചോ നിങ്ങൾക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതോടൊപ്പം ചേർത്ത് വീണ്ടും ഒരു കാര്യം പറയുകയാണ്, ഫേസ് 2 അപ്ലൈ ചെയ്യേണ്ട ആളുകൾ ഒരിക്കലും ഫേസ് 1 അപ്ലൈ ചെയ്യാൻ തുനിയരുത്. അത് നിങ്ങളുടെ വിസ റിജക്ഷനിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ, വേറൊരു പ്രയോജനവും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് മെഡിക്കലിനെ പറ്റിയിട്ടാണ്. മെഡിക്കൽ എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓക്ലൻഡിലും വൈക്കത്തിലും ഒക്കെ നമ്മൾ ലെവൽ 3 സ്റ്റെപ്പ് 2 കറണ്ട് സ്റ്റേറ്റിൽ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവര് കുറച്ച് ഫിസിഷ്യൻസിനോട് അവൈലബിൾ ആവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്ലൻഡിലും വൈക്കത്തിലും ഉള്ളവർക്ക് ഫിസിഷ്യൻസിന്റെ സേവനം അവൈലബിൾ ആണ്, നമുക്ക് നമ്മുടെ മെഡിക്കൽ എടുക്കാനായിട്ട് പറ്റും എന്ന് വിചാരിച്ചത് നിങ്ങൾ നാളെ മുതൽ ഓടിപ്പോയി ഞങ്ങൾക്ക് മെഡിക്കൽ ചെയ്യണം എന്ന് പറഞ്ഞ് ക്ലിനിക്കുകളുടെ മുമ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡിസംബർ 1-ാം തീയതിയോ അല്ലെങ്കിൽ മാർച്ച് 1-ാം തീയതിയോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അതുകൊണ്ട് ആരും മെഡിക്കൽ എടുക്കാൻ വേണ്ടി ധൃതി വെക്കേണ്ട. എന്നാണോ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് ആ സമയം അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ലെവൽ 3 ഒക്കെയാണ്, കുറച്ച് ക്രൂഷ്യൽ സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ പോകുന്നത്, കുറച്ച് സ്പ്രെഡ് റേറ്റ് കൂടുതലുള്ള സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പോയി മെഡിക്കൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളും സജസ്റ്റ് ചെയ്യുന്നത്. ഇമിഗ്രേഷൻ ന്യൂസിലാൻഡും അത് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അടുത്ത കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, PCC ഇതിന് ആവശ്യമില്ല, IELTS ഇതിന് ആവശ്യമില്ല. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഇതിനുണ്ട്. നമ്മൾ സ്കിൽഡ് മൈഗ്രന്റ് റെസിഡന്റ് കാറ്റഗറിക്ക് ഇടുന്നതോ അല്ലെങ്കിൽ വർക്ക് ഫ്രം റെസിഡന്റ് കാറ്റഗറിക്ക് ഇടുന്ന പോലെയോ ഒന്നും
നമ്മൾ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. എല്ലാം ലിമിറ്റഡ് ആണ്, മെഡിക്കൽ ലിമിറ്റഡ് ആണ്, PCC വേണ്ട. എല്ലാ കാര്യങ്ങളിലും കുറെ അധികം എന്താ പറയുക അഡ്ജസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ കുറെ അധികം കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് ഈ 2021 റെസിഡന്റ് വിസക്കാരോട് കുറച്ചുകൂടി കരുണാർദ്രമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. നമുക്കറിയാം ഫീസിനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ $2160 ഇതിന്റെ ഫീസ്. ഇത് നിങ്ങൾ ആദ്യമേ അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. അതാണ് ഒരു വലിയ 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 സന്തോഷം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഇത്രയും നാളെ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അപ്ഫ്രണ്ട് കോസ്റ്റ് ആയിട്ട് ഈ വിസ ഫീസ് നമ്മൾ അടയ്ക്കുമായിരുന്നു. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അപ്രൂവൽ ഇൻ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ AIP എന്ന് പറയുന്ന ഒരു ലെറ്റർ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഈ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓൾറെഡി SMC വിസയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ആളാണ്, അല്ലാന്നുണ്ടെങ്കിൽ റെസിഡൻസ് ഫ്രം വർക്കിന് അപ്ലൈ ചെയ്തിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന എമൗണ്ട് ഇതിനകത്തേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ബാലൻസ് എന്തെങ്കിലും എമൗണ്ട് ഇങ്ങോട്ടോ ഇമിഗ്രേഷൻ ന്യൂസിലാൻഡിനോ ഒക്കെ കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ അഡ്ജസ്റ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. എപ്പോഴാണ് നമ്മൾ ഓൾറെഡി ഉള്ള പാത്വേയിലുള്ള വിസ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ഈ പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടക്കുകയുള്ളൂ. അപ്പോൾ അപ്രൂവൽ ഇൻ പ്രിൻസിപ്പിൾ കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ വിസ ഫീസിനെ പറ്റി ചിന്തിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ അതിനെപ്പറ്റി തല പോയിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ PCCയും മെഡിക്കലിന്റെ വാലിഡിറ്റി ഒക്കെ അറിയാം. 3 വർഷം ഓൾറെഡി മെഡിക്കലുള്ള ആളുകളാണെങ്കിൽ മെഡിക്കൽ ആവശ്യമില്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് പ്യൂർലി ഡിപ്പെൻഡ്സ് ഓൺ ഇമിഗ്രേഷൻ ഓഫീസറാണ്. ഇമിഗ്രേഷൻ ഓഫീസർ നിങ്ങളുടെ അടുത്ത് PCCയോ അല്ലെങ്കിൽ നിങ്ങളുടെ മെഡിക്കലോ വീണ്ടും ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇതോടൊപ്പം നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പല ആളുകളും നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട് എന്ന് സ്റ്റുഡന്റ് വിസ ഓപ്പൺ ആകും, ഇപ്പോൾ 1000 സ്റ്റുഡൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരുന്നു. 1000 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 400 ആളുകൾ പൈലറ്റ് ട്രെയിനീസ് ആണ്. ന്യൂസിലാൻഡിന് വേണ്ടിയുള്ള പൈലറ്റ് ട്രെയിനീസ് ആണ് ഈ 400-ലധികം ആളുകൾ. 600-ലധികം ആളുകൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളാണ്. ഓൾറെഡി വിസ ഉണ്ടായിരുന്നവർക്ക് ഈ പറഞ്ഞ പോലെ ബോർഡർ ക്ലോസ് ചെയ്തുകൊണ്ട് അവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള ആളുകളെയും കൂടി ചേർത്തിട്ടാണ് ഈ 600 PhD അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു നെക്സ്റ്റ് ജൂലൈയിൽ വീണ്ടും ഇവിടുത്തെ സ്റ്റുഡന്റ് വിസാസ് എല്ലാം ഓപ്പൺ ആകും. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ഇൻഫർമേഷൻസ് നമ്മൾ എന്നാണോ അറിവാകുന്നത് അന്ന് തന്നെ നമ്മൾ വീഡിയോ ചെയ്ത് ഈ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. ഡേറ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചു, ഫീസിനെ പറ്റി സംസാരിച്ചു, മെഡിക്കലിനെ പറ്റി സംസാരിച്ചു, സ്കേഴ്സ്, സ്കിൽഡ്, സെറ്റിൽഡ് ഈ കാറ്റഗറിയിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു. ഇത്രയുമാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻസ്. അപ്പോൾ ഇനിയും എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പൊ അതിനു മുമ്പ് ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ദയവായ ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾക്ക് ഇമിഗ്രേഷനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് ഏറ്റവും ക്വിക്കായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ ഫ്രം ടീം മല്ലു ജംഗ്ഷൻ.